100% ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുള്ള അവക്കാഡോ കൊണ്ട് ഒരു സിമ്പിൾ പുഡിംഗ്. ഇത്രയും ടേസ്റ്റ് സൂപ്പറായിട്ട്. ചെറിയൊരു പണി ചെയ്യാൻ പോവാണ്. നമ്മുടെ കുക്കിംഗ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്താണ് കേട്ടോ. സത്യത്തിൽ ഒരാവശ്യമില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അവക്കാഡോ പുഡിങ്ങിന്റെ മുകളിൽ നമ്മുടെ കുക്കിംഗ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് എങ്ങനെയുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് വേറെ രീതിയിലും കൂടെ ചെയ്യാം. നമ്മൾ ഈ അവക്കാഡോ പുഡിങ് നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കില്ലേ, അതിന്റെ മുകളിൽ തന്നെ നമുക്ക് ഈ ചോക്ലേറ്റ് ലെയർ വെച്ചിട്ടുണ്ടെങ്കിൽ പൊളിയും ഒന്നുകൂടെ നമുക്ക് സെറ്റായി കിട്ടും. ഇഷ്ടമായ അടിപൊളിയല്ലേ? പച്ച അവക്കാഡോ വാങ്ങിയിട്ടേ അത് പെട്ടെന്ന് പഴുപ്പിക്കാനുള്ള സൂത്രം പറയട്ടെ. ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് അരിയിൽ പൂഴ്ത്തി വെച്ചാൽ 2 ദിവസം കൊണ്ട് നല്ലതായിട്ട് പഴുത്ത് കിട്ടും കേട്ടോ. ഇനി തൊലി പൊളിച്ച് കളഞ്ഞ അവക്കാഡോ നമുക്ക് ഇങ്ങനെ എടുക്കാം കേട്ടോ. നല്ല അവക്കാഡോ നോക്കി കടയിൽ നിന്നും വാങ്ങാൻ വല്ല ടിപ്സും ഉണ്ടോ? അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. ഞാനിവിടെ 1 കിലോ വാങ്ങിയിട്ട് 400 ഗ്രാമാണ് എനിക്ക് കേടില്ലാതെ കിട്ടിയത്. കഷ്ടായില്ലേ? ഇനി ഇത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇടുക. ഏകദേശം 100 ഗ്രാമോളം വെള്ളമില്ലാതെ അടിച്ചെടുത്ത കട്ടി തേങ്ങാപ്പാൽ നമുക്ക് ഒഴിക്കാം. 50 ഗ്രാം കോക്കനട്ട് ഷുഗർ ഇടാം. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കണ്ടൻസ്ഡ് മിൽക്ക് ഒരു 50 ഗ്രാം ഇടാം. ഇനി കാച്ചിയ പശുവും പാല് ഒരു 100 ഗ്രാം ഒഴിക്കാം. എല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഒരു 15 ഗ്രാം ജെലാറ്റിൻ പൗഡർ 90 ഗ്രാം വെള്ളം ഒഴിച്ച് കുതിർത്ത് ഇതിൻ്റെ കൂടെ ചേർക്കാം. എല്ലാം കൂടെ ഇളക്കി മറിച്ച് പാത്രത്തിലേക്ക് മാറ്റി ഫ്രീസറിൽ 2 മണിക്കൂറോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ 6 മണിക്കൂറോ വെച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. നല്ല രുചിയുള്ള ഒരു അവോക്കാഡോ പുഡിംഗ് റെഡിയാണ്. പിന്നെ കോക്കനട്ട് ഷുഗർ ഇല്ലെങ്കിൽ സാധാരണ പഞ്ചസാര ചേർക്കാം. 100% ഡയറ്റ് വേണ്ടവർക്ക് കണ്ടൻസ്ഡ് മിൽക്ക് അങ്ങ് ഒഴിവാക്കാം. അപ്പോൾ എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? എന്നാൽ പിന്നെ ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ.